Hey everyone, in this class we are going to discuss about vector calculus. Vector calculus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is mainly deals with differentiation and integration of vector fields. Vector fieldsൻ്റെ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ആണ് നമ്മൾ വെക്റ്റർ കാൽക്കുലസിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ, അതേ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ്. അതേമാതിരി ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റും ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽഡിനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫീൽഡ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കറിയാം ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് കൂടുതലായിരിക്കും, അകലം ചെല്ലുന്തോറും കുറഞ്ഞ് വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ പിന്നെ ആ ഫീൽഡിന് ഇഫക്റ്റ് ഇല്ലാതാവും. അതേമാതിരി ഒരു വെക്റ്ററിനും, ആ വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെവിടെ ഡിഫൈൻ ചെയ്തിരുന്നത്, നമ്മൾ സ്പേസിലാണ് നമ്മൾ വെക്റ്ററൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത്. ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു വെക്റ്റർ ഉണ്ട്, അത് നമുക്ക് പല കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ വെക്റ്ററിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഫങ്ഷൻ, ആ വെക്റ്റർ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന റീജിയനെ നമുക്ക് എന്ത് പറയാം, വെക്റ്ററിൻ്റെ ഫീൽഡ് എന്ന് പറയാം. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഈസ് എ റീജിയൻ in the space where a space variant function is defined. ആ ഒരു ഫംഗ്ഷൻ, ഒരു സ്പേസ് വേരിയൻറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ആ റീജിയനെ, സ്പേസിലുള്ള റീജിയനെ നമുക്ക് ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, ആ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിൾ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു സ്കെയിലാർ ആണെങ്കിൽ അതിനെ നമുക്ക് സ്കെയിലാർ ഫീൽഡ് എന്ന് പറയാം. അതായത് if that function defined is a scalar value, then the field is called scalar field. Scalar ഫീൽഡിന് എക്സാമ്പിൾ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇൻ എ റീജിയൻ പറയാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ഒരു കണ്ടക്ടർ, കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ പല പോയിന്റിലുള്ള ടെമ്പറേച്ചർ അറ്റ് എനി പോയിന്റിന് കണ്ടക്റ്റിംഗ് റോഡ്. അതേമാതിരി ചാർജ് ഡെൻസിറ്റി ഇൻ എ റീജിയൻ, ഒരു റീജിയനിലുള്ള ചാർജ് ഡെൻസിറ്റി, ഇതൊക്കെ നമുക്ക് സ്കെയിലാർ ഫീൽഡിന് എക്സാമ്പിൾസ് ആണ്. അതേമാതിരി തന്നെ നമ്മൾ വെക്റ്റർ ഫീൽഡ്, അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫംഗ്ഷൻ, ഇഫ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ്, ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഈസ് എ വെക്റ്റർ വാല്യൂ, then the field is said to be വെക്റ്റർ ഫീൽഡ്. എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇതിനൊക്കെ ഒരു ഡയറക്ഷനും അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഒക്കെ ഉണ്ട്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇതിനൊക്കെ നമ്മൾ പറയുന്നത് വെക്റ്റർ ഫീൽഡ് എന്നാണ്. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമുക്കറിയാം, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് റീജിയനിലാണ്. ആ റീജിയൻ മുഴുവൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അണ്ടറിലാണ്. പക്ഷെ ആ റീജിയൻ വിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇല്ല. അതൊക്കെ ഒരു വെക്റ്റർ ഫീൽഡിന് എക്സാമ്പിളാണ്. അതേപോലെ നമ്മൾ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ, നമുക്ക് വെക്റ്റർ ഫീൽഡിനെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ, സ്പേസ് ഇൻ്റഗ്രൽ, വോളിയം ഇൻ്റഗ്രൽ, അങ്ങനെ 3 ടൈപ്പ് ഇൻ്റഗ്രേഷനാണ് നമുക്ക് അവിടെ വരുന്നത്. ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് സ്ട്രൈറ്റ് ലൈൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ ലൈൻ ഇൻ്റഗ്രൽ, സർഫസ് ഇൻ്റഗ്രലാണ് കേട്ടോ, സർഫസ് ആണ്, സ്പേസ് അല്ല, സർഫസ് ഇൻ്റഗ്രൽ, അതുപോലെ തന്നെ വോളിയം ഇൻ്റഗ്രൽ. അപ്പോൾ integration can performed on scalar or vector field, that includes line integration, surface integration and volume integration. അത് കഴിഞ്ഞ് നമ്മൾ ഡിഫറൻസിയേഷൻ നമ്മൾ വെക്റ്ററിലും ചെയ്യും, സ്കെയിലാറിലും ചെയ്യും. അത് നമ്മളൊരു സ്കെയിലാറിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് അതിനെ നമ്മൾ പറയുന്ന ഗ്രേഡിയൻ്റ് ഓഫ് എ വെക്റ്റർ സ്കെയിലാർ ഫംഗ്ഷൻ എന്ന് പറയും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പറയാം. അതേമാതിരി ഡൈവർജൻസ്, വെക്റ്ററിനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ഡൈവർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്. അതേമാതിരി തന്നെ നമ്മൾ പറയുന്നു കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു വെക്റ്ററിൻ്റെ തന്നെ ഒരു പർട്ടിക്കുലർ ഡിഫറൻസിയേഷനാണ്. കേൾ ഓഫ് എ വെക്റ്റർ നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ വെക്റ്ററിനും സ്കെയിലാറിനും കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ലാപ്ലാസിയൻ. അത് ആപ്ലിക്കബിൾ ടു ബോത്ത് സ്കെയിലാർസ് ആൻഡ് വെക്റ്റർ. ഒരു വെക്റ്റർ ഫീൽഡിനെ നമുക്ക് ലാപ്ലാസിയൻ കണ്ടുപിടിക്കാം, സ്കെയിലർ ഫീൽഡിനെ കണ്ടുപിടിക്കാം. കേൾ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫീൽഡിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു റിസൾട്ടാണ്. കേൾ ഓഫ് എ വെക്റ്റർ ഈസ് എ വെക്റ്റർ, ഡൈവർജൻസ് ഓഫ് എ വെക്റ്റർ ഈസ് എ സ്കെയിലാർ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ആ സമയത്ത് പഠിക്കാം. ദെൻ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ള
ഇതിനൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്പറേറ്റർ ഉപയോഗിക്കും, ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡെൽ. ഇനി നമുക്ക് ഒരുപാട് ആവശ്യം വരും. തുടർന്ന് EMT പഠിക്കുന്ന എല്ലാ ഒരു ചാപ്റ്റേഴ്സിലും നമുക്ക് അത്യാവശ്യം വരുന്ന ഒരു ഓപ്പറേറ്ററാണ് ഡെൽ ഓപ്പറേറ്റർ. ഓക്കെ. Then what we have to study is two theorems. One is Stokes theorem and divergence theorem. രണ്ടും പഠിക്കേണ്ടതാണ്. രണ്ടിലൊന്ന് നമുക്ക് എന്തായാലും എക്സാമിന് വിത്ത് പ്രൂഫ് അടക്കം മിനിമം 5 മാർക്സിന് ചോദിക്കുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് എന്താണ് ലൈൻ ഇൻ്റഗ്രൽ, എന്താണ് സർഫസ് ഇൻ്റഗ്രൽ, എന്താണ് വോളിയം ഇൻ്റഗ്രൽ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇവാലുവേറ്റിംഗ് അലോങ് എ സ്പെസിഫൈഡ് പാത്ത്. നമുക്ക് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ വെക്റ്റർ ഫീൽഡ് എഫ്. നമുക്കൊരു വെക്റ്റർ ഉണ്ട്, ആ വെക്റ്റർ ഫീൽഡ് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് കേട്ടോ. വെക്റ്റർ ഫീൽഡ്, ആ വെക്റ്റർ എഫക്റ്റ് ചെയ്യുന്ന വെക്റ്റർ എഫിൻ്റെ ഫീൽഡാണിത്. അപ്പോൾ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ വെക്റ്റർ ഫീൽഡ് എഫ് ഓവർ എൻ ആർബിറ്ററി പാത്ത് എൽ. എൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എനി പാത്ത്, എൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാത്ത്. ഞാനിപ്പോൾ പാത്തിനെ PQ എന്ന് പറഞ്ഞു. അതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് L. ഓക്കെ. അപ്പോൾ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ വെക്റ്റർ ഫീൽഡ് എഫ് ഓവർ എൻ ആർബിറ്ററി പാത്ത് L ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇൻ്റഗ്രൽ ഓഫ് ദ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് E അലോങ് പാത്ത് L. Defined as the integral of tangential component of vector f along path L. നമുക്ക് ഇവിടെ നമുക്കൊരു ചെറിയൊരു ഡിഫറൻഷ്യൽ ലെങ്ത്ത് ഈ DL എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെങ്ത്ത് കൺസിഡർ ചെയ്തു. ദെൻ അതിൻ്റെ ടാൻജൻഷ്യൽ പാത്ത് ആ അലോങ് എഫ്, അതിന് ടാൻജൻ്റായിട്ട് വരുന്ന വെക്റ്റർ ഫീൽഡ് കമ്പോണൻറ്റ് എഫ്. ഓക്കെ. ദെൻ ആ ആംഗിൾ തീറ്റ. ഇനി നമ്മൾ ഇതിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതും? ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റഗ്രലിടെ എഫ്. ഓക്കെ. ദെൻ എഫ് ഡോട്ട് DL. ഇവിടെ നമുക്ക് P2Q അല്ല, എല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് P2Q. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രൽ P2Q എഫ് ഡോട്ട് DL എന്ന് നമുക്ക് പറയാം. DL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ലെങ്ത്. ശരിക്കും ഇതിന് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വി consider the path PQ, okay, for the vector field F. Then the magnitude of vector F varies from point to point. നമുക്കറിയാം. അപ്പോൾ for what we do is we divide the path PQ into number of small lengths. Okay, straight line ആയിട്ടുള്ള ചെറിയ സ്മോൾ ലെങ്ത് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിന് ഈ PQനെ DL1 എന്ന് വിളിക്കാൻ വേണമെങ്കിൽ DL2, എന്നിട്ട് ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ F ഇൻറ്റു DL1 അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് F1 ഇൻറ്റു DL1, അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫീൽഡ് കമ്പോണൻറ്റ് നമ്മൾ F1 എന്ന് എഴുതും. അപ്പോൾ ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ടോട്ടൽ സം ഇസ് ഈക്വൽ ടു F1 ഡോട്ട് DL1 പ്ലസ് F2 ഡോട്ട് DL2. നമ്മൾ അങ്ങനെ പോയി എത്ര വരെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ബൈ ദ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ P2Q F ഡോട്ട് DL. ഇതാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ. അപ്പോൾ എഫ് ഡോട്ട് DLന് നമ്മളൊന്ന് ഡോട്ട് പ്രോഡക്റ്റ് പറഞ്ഞിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു DL. അതാണ് നമ്മൾ വരുന്നത് എക്സ്പ്രഷൻ പറയുമ്പോൾ ഇൻ്റഗ്രൽ P2Q F ഡോട്ട് കോസ് തീറ്റ ഇൻറ്റു ഡോട്ട് DL. ഇതാണ് എഫ് ഡോട്ട് DLൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ. ഡോട്ട് പ്രോഡക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്, എലിമെൻ്ററി ഡിഫറൻഷ്യൽ ലെങ്ത്തിൻ്റെ ഇൻറ്റു ഡോട്ട് പ്രോഡക്റ്റ് എഫ്. ഓക്കെ. ദെൻ ഇതിനകത്ത് നമുക്ക് വരുന്ന വേറൊരു കാര്യം, if DL is the differential length of the path and theta is the angle between F and DL. നമ്മളിത് അവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് DL. ഓക്കെ. PQ ആർ ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദ പാത്ത് L. L എന്ന് പറയുന്ന പാത്തിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുണ്ട്. നമ്മുടെ വെക്റ്റർ ഫീൽഡ് എഫ് തന്നെ ഇത് ഇങ്ങനെ എടുക്കുന്നു.
നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാത്ത് പി ക്യു എന്ന പാത്ത് നേരത്തെ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായി. അതിന് പകരം അതൊരു ക്ലോസ്ഡ് പാത്ത് ആണെന്ന് വിചാരിക്കുക. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ ക്ലോസ്ഡ് പാത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് നമുക്ക് ക്ലോസ്ഡ് പാത്ത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ലൈൻ ഇൻ്റഗ്രൽ ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ട് ഞാൻ അവിടെ ഒരു സർക്കിൾ വരച്ച് ഓക്കെ ലൈൻ എൽ എന്ന് എഴുതിയാലെങ്കിലും കുഴപ്പമില്ല. എഫ് ഡോട്ട് ഡി എൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ ക്ലോസ്ഡ് പാത്ത് പി ക്യു. അവിടെ പി ക്യു നമ്മൾ കൊടുക്കാൻ വേണമെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചില കേസിലൊക്കെ ആ എല്ല് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇഫ് ഇൻ ദ കേസ് ഓഫ് എ ക്ലോസ്ഡ് പാത്ത് അല്ലെങ്കിൽ ഇഫ് ദ പാത്ത് ഇസ് എ ക്ലോസ്ഡ് വൺ ദെൻ ദ ലൈൻ ഇൻ്റഗ്രൽ ബിക്കംസ് ക്ലോസ്ഡ് കോണ്ടൂർ. നമ്മൾ കോണ്ടൂർ അത് കൺസിഡർ ചെയ്യുന്ന കോണ്ടൂർ ക്ലോസ്ഡ് ആയിരിക്കും. ദെൻ that integral will be equal to 0. For this field, the line integral along a closed path is 0. Then what we call that field, നമ്മൾ ആ ഫീൽഡിനെ പറയുന്ന പേരാണ് കൺസർവേറ്റീവ് ഫീൽഡ്. കൺസർവേറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ വേറൊരു പേരും കൂടി പറയും ലാമെല്ലാർ ഫീൽഡ്. ലാമെല്ലാർ ഫീൽഡ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫീൽഡ്. എന്താണ് ആ ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ 0 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ പറയുന്ന പേരാണ്. ഇനി നമ്മൾ എലമെൻ്ററി ലെങ്ത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. എലമെൻ്ററി ലെങ്ത് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ലെങ്ത്. നമ്മൾ ഒരു ലൈൻ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ ലെങ്ത് എങ്ങനെ കാണാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ഇപ്പോൾ നമ്മൾക്ക് ഞാനൊരു ഡിഫറൻഷ്യൽ ലെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. നമുക്കൊരു 4 പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ പി ക്യു എന്ന് പറയുന്ന ഒരു സർഫസ് നമുക്ക് ഈ ക്യൂബിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൻ്റെ പി ക്യു എന്നുള്ള സൈഡ്, അതായത് നമ്മൾ നോക്കുന്ന സൈഡിൻ്റെ ബാക്ക് സൈഡ്, ഓക്കെ ഫേസിൻ്റെ ബാക്ക് സൈഡ്. ഈ എ ബി സി ഡി എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന ഫ്രണ്ട് സൈഡിലുള്ള ഫേസ്. ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വി ആർ ലുക്കിംഗ് ഇൻ ദ ഡയറക്ഷൻ പി ടു ക്യു ഓർ ക്യു ടു പി. അപ്പോൾ ആ പ്ലെയിൻ എന്ന് പറയുന്നത് നമുക്ക് പി ടു ക്യു എന്ന് പറയുമ്പോൾ പി ടു ക്യു ഈ ഒരു ഡയറക്ഷനാണ് നമ്മുടെ പി ടു ക്യു. ആ ചേഞ്ച് വേരിയേഷൻ അല്ലെങ്കിൽ ആ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാപ്പനിങ് അലോങ് വൈ ആക്സിസ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഡിഫറൻഷ്യൽ ലെങ്ത്തിനെ പി ടു ക്യു എന്ന് പറയുന്ന സമയത്തുള്ള ഡിഫറൻഷ്യൽ ലെങ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ ആ ഡയറക്ഷണൽ ലെങ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ ആ ലെങ്ത് അലോങ് വൈ ആക്സിസ് ഉള്ള ചെറിയ ലെങ്ത് ഡി വൈ ഇൻറ്റു അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ എ വൈ. ഓക്കെ ദെൻ നമ്മൾ 2 പോയിന്റ് നോക്കുകയാണ്. എസ് ക്യു. എസ് എന്ന് ക്യൂവിലോട്ടുള്ള ഒരു ലെങ്ത് നോക്കുക. എസ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പോയിൻ്റാണ്. എസ് എന്ന് ക്യൂവിലോട്ട്. ഓക്കെ എസ് എന്ന് ക്യൂവിലോട്ട് ഈ ഒരു ഡയറക്ഷൻ ആ ഫേസിൽ തന്നെ നമുക്ക് അതിൻ്റെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് ഡി സെഡ് ആണ്. ഈ ഒരു ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വൈ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് പി ക്യു ആർ എസ്. അപ്പോൾ എസ് ടു ക്യു എന്ന് പറയുമ്പോൾ എസ് ടു ക്യു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെയാണ് വാരി ചെയ്യുന്നത്? സെഡും വാരി ചെയ്യുന്നുണ്ട്, വൈയും വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ ലെങ്ത് ഫ്രം മൂവിങ് ഇൻ ദ ഡയറക്ഷൻ എസ് ടു ക്യു ഓർ ക്യു ടു എസ് ഡി എൽ ക്യാൻ ബി റിട്ടൺ ആസ് വൈ ആക്സിസിലുള്ള ചേഞ്ച് ഡി വൈ. ഓക്കെ ദെൻ അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ എ വൈ പ്ലസ് ഡി സെഡ് എ സെഡ്. ഇനി നമ്മൾ ഈ ഡി എന്ന് പറയുന്ന ഫ്രണ്ട് ഫേസിലുള്ള പോയിന്റും അതേപോലെ തന്നെ ക്യു എന്ന് പറയുന്ന ഓപ്പോസിറ്റും, അതായത് ഡയഗണൽ ടു ഡയഗണൽ മാറുമ്പോൾ നമ്മൾ 3 ആക്സിസിനെ അത് എഫക്റ്റിൽ വരുന്നുണ്ട്. 3 ആക്സിസ് ആയിട്ട് നമുക്കത് എഫക്റ്റീവ്ലി നമുക്ക് ഡിഫറൻഷ്യൽ ലെങ്ത് എഴുതുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡി എൽ ഇസ് ഈക്വൽ ടു ഡി ടു ക്യു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ക്യു ടു ഡി വരുമ്പോൾ നമുക്ക് എഴുതേണ്ടി വരും ഡി എക്സ് എ എക്സ് പ്ലസ് ഡി വൈ എ വൈ പ്ലസ് ഡി സെറ്റ് എ സെറ്റ്. ഓക്കെ അതാണ് എന്ത് വരുന്നത് വെൻ വി മൂവിങ് ഫ്രം അല്ലെങ്കിൽ മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഡി ടു ക്യു. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ലെങ്ത്ത് ഇൻ കേസ് ഓഫ് ലൈൻ ഇൻ്റഗ്രലിലെ ഡിഫറൻഷ്യൽ ലെങ്ത്ത് ഡി എൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ഡി എക്സ് എ എക്സ് ഇതൊക്കെ വെക്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ഡി എൽ
എന്ന് പറയുന്നത് ഒരു ലെങ്ത് വെക്റ്റേഴ്സ്. അതേമാതിരി ഡി വൈ എ വൈ പ്ലസ് ഡി സെറ്റ് എസ് സെറ്റ്. ഇനി അത് മാറി നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലോട്ട് വരികയാണെങ്കിൽ ഡിഫറൻഷ്യൽ ലെങ്ത് എഴുതുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. ഇസ് ഈക്വൽ ടു നമ്മൾ സിലിണ്ടറിക്കലാവുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റോ ഫൈ ആൻഡ് സെഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ എഴുതുമ്പോൾ ഡിഫറൻഷ്യൽ ലെങ്ത് എഴുതുമ്പോൾ ഡി റോ എ റോ ഓക്കെ പ്ലസ് റോ ഇൻറ്റു ഡി ഫൈ യൂണിറ്റ് വെക്റ്റർ എ ഫൈ. റോ അവിടെ കയറി വന്നു. ഓക്കെ, ദെൻ ഡി സെറ്റ് എ സെറ്റ് തന്നെ, അത് നമുക്ക് സിലിണ്ടറിക്കൽ. ദെൻ തേർഡ് വൺ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ആരൊക്കെയുള്ള ആറ് തീറ്റ ആൻഡ് ഫൈ. അപ്പോൾ ഡിഫറൻഷ്യൽ ലെങ്ത് അലോങ് ആർ ഡയറക്ഷൻ. അപ്പോൾ ഡി ആർ ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ എ ആർ പ്ലസ് ആറാണ് നമുക്കിവിടെ വരുന്നത്. ആറ് ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ എ തീറ്റ. ഓക്കെ, പ്ലസ് ആർ സൈൻ തീറ്റ. വേറെ ടൈം പറയുന്നു ആർ സൈൻ തീറ്റ ഡി ഫൈ എ ഫൈ. ഇതാണ് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ലൈൻ ഇൻ്റഗ്രലിൻ്റെ കേസിലുള്ള ഡിഫറൻഷ്യൽ ലെങ്ത് ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഡിഫറൻഷ്യൽ ലെങ്ത് ലൈൻ ഇൻ്റഗ്രലാണെങ്കിൽ. ദെൻ ലൈൻ ഇൻ്റഗ്രൽ കഴിഞ്ഞ് നമുക്ക് സർഫസ് ഇൻ്റഗ്രൽ പറയാം. സർഫസ് ഇൻ്റഗ്രൽ. ഓക്കെ, സർഫസ് ഇൻ്റഗ്രൽ നമ്മൾ പറയുമ്പോൾ അപ്പോൾ നമുക്കൊരു സർഫസ് ഉണ്ട്, ഒരു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർഫസ്. ഓക്കെ, ആ സർഫസിനെ ഞാൻ ചെറിയ ചെറിയ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, DS1 DS2 അങ്ങനെ ചെറിയ ചെറിയ ഏരിയ. അപ്പോൾ DS1 DS2 അങ്ങനെ ഡിഫറൻഷ്യൽ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ പറയുന്നത് എന്താ കഴിഞ്ഞാൽ നമുക്കൊരു വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്യാം. ലെറ്റ് ഡി ഈസ് എ വെക്റ്റർ ഫീൽഡ്. ഡി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫീൽഡ് ഉണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു, അത് കണ്ടെയ്ൻസ് എ സർഫസ് എസ്. എ എന്ന് പറയുന്ന വെക്റ്റർ ഫീൽഡ് ഡി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫീൽഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സർഫസ് ആണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ത്രൂ എസ്. അപ്പോൾ നമുക്ക് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് വെക്റ്റർ ഫീൽഡ് ഡി ത്രൂ ദ സർഫസ് എസ് എങ്ങനെ റിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ, ഈ സർഫസ് ഇൻ്റഗ്രൽ സാധാരണ നമ്മൾ ഫ്ലക്സ് ഒക്കെ പറയും. ഫ്ലക്സ് ഡെൻസിറ്റി, കറണ്ട് ഡെൻസിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റി, കറണ്ട് ഡെൻസിറ്റി. അതായത് കറണ്ട് ബൈ ഏരിയയാണ് കറണ്ട് ഡെൻസിറ്റി, ഫ്ലക്സ് ബൈ ഏരിയയാണ് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി, കറണ്ട് ഡെൻസിറ്റി ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ സർഫസ് ഇൻ്റഗ്രലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് വെക്റ്റർ ഫീൽഡ് ഡി ത്രൂ ദ സർഫസ് എസ് ക്യാൻ ബി റിട്ടൺ ആസ്, സാധാരണ നമ്മൾ ഒരു ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ട് ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ്. സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് എന്നാണ് സാധാരണ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ദ സർഫസ് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രേഷൻ. നമ്മളൊരു ക്ലോസ്ഡ് സർഫസിനെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു, നമുക്കിങ്ങനെ എഴുതാം, ഫോർ എ ക്ലോസ്ഡ് സർഫസ് നമ്മളിങ്ങനെ എഴുതി ഫൈ ഈസ് ഈക്വൽ ടു ഡി ഡോട്ട് ഡി എസ്. ഇത് സീറോ ആവണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് നിർബന്ധമൊന്നുമില്ല. Indicates that the net outward flux of vector field D through the closed surface S. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസ് കൂടെയുള്ള നെറ്റ് ഫ്ലക്സ് ആണ് തരുന്നത് ഏതിൻ്റെ, വെക്റ്റർ ഫീൽഡ് ഡിയുടെ. ഇപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് നമുക്ക് അറിയാം ജെ, കറണ്ട് ഡെൻസിറ്റി ജെ ആണ്, കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബൈ ഏരിയയാണ് ജെ എന്ന് നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യാറ്.
അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താവും, മൊത്തം കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു അത് പോകുന്ന സർഫസിൻ്റെ ഏരിയ ds നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ കറണ്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ സർഫസ് ഡെൻസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ഓവർ ദാറ്റ് സർഫസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഡിഫറൻഷ്യൽ ഏരിയ. നമുക്ക് ഡിഫറൻഷ്യൽ ഏരിയ ഇൻ ദ കേസ് ഓഫ് സർഫസ് ഇൻ്റഗ്രൽ. നമുക്ക് 3 കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ സിലിണ്ടറിക്കൽ, സ്ഫെറിക്കൽ ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ 2 പ്ലെയിനെ നമുക്ക് കൺസിഡർ ചെയ്താൽ മതി നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് നേരത്തെ വരച്ച ക്യൂബ് തന്നെ ഒന്ന് ഓർത്താൽ മതി, XYZ ഡയറക്ഷനിൽ. അപ്പോൾ നമ്മൾ എലോങ് എക്സ് ആക്സിസ് ഇങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ എക്സ് ആക്സിസിന് നോർമലായിട്ട് അല്ലെങ്കിൽ യൂണിറ്റ് വെക്റ്റർ AX നോർമലായിട്ട് വരുന്ന സർഫസ് നമ്മൾ നോക്കി. യൂണിറ്റ് വെക്റ്റർ AX നോർമലായിട്ട് വരുന്ന സർഫസ് എന്ന് പറയുമ്പോൾ ഈ സൈഡ് DYയും ഈ സൈഡ് DZ ആയിരുന്നു. ഓക്കെ, നമ്മുടെ ക്യൂബിൻ്റെ ആ ABCD എന്ന് പറയുന്ന ആ ഫേസ് ഓർത്താൽ മതി, ABCD എന്ന് പറയുന്ന ഫേസ്. അതേമാതിരി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DS = നമുക്ക് സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെഴുതാം, DY ഇൻറ്റു DZ എലോങ് യൂണിറ്റ് വെക്റ്റർ AX. ഓക്കെ, ഇനി വേറൊരു സർഫസ് നമുക്ക് അതിൻ്റെ സൈഡിലുള്ള സർഫസ് നോക്കാം. എലോങ് ഇത് നമ്മുടെ YX, നമുക്കൊന്ന് കൂടി ഞാൻ അവിടെ വരയ്ക്കാം. YX. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു സർഫസ് ആയിരുന്നു. ഓക്കെ, ഇനി ഈ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കും, ഇപ്പം ഷെയ്ഡ് ചെയ്ത സർഫസ്. അപ്പോൾ ഇതിൻ്റെ നോർമൽ ആയി പോകുന്നത് യൂണിറ്റ് വെക്റ്റർ AY ആണ്. ദെൻ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെന്താണ്, X ആണ്, DX. അതേമാതിരി ഡൗൺവേർഡ് ഡയറക്ഷൻ നമുക്ക് DYയും കിട്ടി. അപ്പോൾ നമുക്ക് വേറെ ഈ ഒരു തന്നിട്ടുള്ള പ്ലെയിൻ്റെ, ഇപ്പം ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു പ്ലെയിൻ ഉണ്ട്, നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള പ്ലെയിൻ. അപ്പോൾ ഈ എലോങ് DX ആൻഡ് വെർട്ടിക്കലായിട്ടുള്ളത് DZ ആണ്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഏരിയ ഈ സമയത്ത് നമുക്ക് എന്ത് കിട്ടും, DY ഇൻറ്റു DZ, DY ഇൻറ്റു DX. DY അല്ലല്ലോ നമുക്ക് വരാം, DZ അല്ലേ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് എ മിസ്റ്റേക്ക്. ഈ വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് DY അല്ല, DZ ആണ്, അലോങ് ദിസ് ഡയറക്ഷൻ DX. അപ്പോൾ what we will get, DS is equal to DZ into DX along unit vector AY. ഓക്കെ, നൗ നമ്മുടെ ലാസ്റ്റത്തെ ഒരു ഫേസ് എടുക്കുക. ഈ ഒരു പ്ലെയിൻ കൺസിഡർ, ആ പ്ലെയിൻ തന്നെയാണ് ബോട്ടം പ്ലെയിനും ഈ പാരലലായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടുള്ള DYയും ഈ ഒരു ഡയറക്ഷനിലുള്ള DXും, ദെൻ അതിൻ്റെ നോർമൽ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് Z ഡയറക്ഷൻ Z. അപ്പോൾ DS ഫോർ ദാറ്റ് പ്ലെയിൻ, നമ്മളിപ്പോൾ വരച്ച ഈ ഒരു പ്ലെയിനെ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലാണ് നമുക്ക് AZ ആൻഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ Y ആൻഡ് അതർ സൈഡ് ഈസ് DX. അപ്പോൾ നമുക്ക് ഇതിൻ്റെ DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു DX ഇൻറ്റു DY യൂണിറ്റ് വെക്റ്റർ AZ. അപ്പോൾ 3 സർഫസും നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ താഴെ നിന്ന് മുകളിലോട്ടുള്ള ആ ഒരു പ്ലെയിൻ്റെ മൊത്തം ഏരിയ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഇൻ്റഗ്രേഷന് ലിമിറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ. സിമിലർലി നമുക്ക് സിലിണ്ടറിക്കൽ സിസ്റ്റത്തിൽ DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കേസിൽ 6ഉം ഓക്കെ, ഡിഫറൻഷ്യൽ ഏരിയ ഫോർ ലൈൻ സർഫസ് ഇൻ്റഗ്രൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ആദ്യത്തെ ഫേസ് നമുക്ക് റോ
d5 dz ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ എ റോ. ദെൻ രണ്ടാമത്തെ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി റോ ഡി സെറ്റ് ഇൻറ്റു എ ഫൈവ് യൂണിറ്റ് വെക്റ്റർ along 5 direction. Then third one rho d5 d rho unit vector a set. Similarly spherical coordinate system ds ഒന്നെങ്കിൽ ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r സ്ക്വയർ സൈൻ തീറ്റ d തീറ്റ d5 ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ എ ആർ. അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത രണ്ട് സർഫസ് ആ തീറ്റ ആംഗിളിന് അലോങ് ഉള്ള ഡയറക്ഷനിൽ ആർ സൈൻ തീറ്റ ഡി ആർ ഡി ഫൈവ് എ തീറ്റ. ദെൻ അലോങ് 5 ഡയറക്ഷൻ ആർ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി തീറ്റ ദെൻ എ ഫൈവ് യൂണിറ്റ് വെക്റ്റർ. ഇതാണ് ഡിഫറൻഷ്യൽ ഏരിയ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഏരിയ കണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ഇൻ ടു വോളിയം ഇൻ്റഗ്രൽ. ഓക്കെ, തേർഡ് വൺ. അപ്പോൾ വോളിയം ഇൻ്റഗ്രൽ ക്യാൻ ബി ഡിഫൈൻഡ് ഫോർ എ സ്കേലാർ ആൻഡ് വെക്റ്റർ ഫീൽഡ്സ്. വോളിയം ഇൻ്റഗ്രൽ സാധാരണ ഫോർ എ suppose we have a scalar field rho, scalar field നേരത്തെ പഠിച്ച റോ എന്നല്ല റോ. ഓക്കെ, അതിനെ നമ്മൾ വോളിയം ഇൻ്റഗ്രൽ റിഫൈൻ ചെയ്യണമെങ്കിൽ വോളിയം ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ എന്നൊക്കെ പറയും, റോ ഡി വി. ഓക്കെ, ഡി വി ഈസ് ദ എലമെൻ്ററി വോളിയം. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ വോളിയം. അപ്പോൾ അതേപോലെ തന്നെ ഒരു വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ ഫോർ എ വെക്റ്റർ ഫീൽഡ് പി ആണെങ്കിൽ പി ഡോട്ട് ഡി വി വോളിയം ഇൻ്റഗ്രൽ പി ഡോട്ട് ഡി വി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഡി വി അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ വോളിയം കാർട്ടീഷ്യൻ സിസ്റ്റം ആണെങ്കിൽ ഡി എക്സ് ഡി വൈ ഡി സെറ്റ്, ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ ഡിഫറൻഷ്യൽ വോളിയം. ഫോർ സിലിണ്ടറിക്കൽ സിസ്റ്റം റോ ഇൻറ്റു ഡി റോ ഇൻറ്റു ഡി ഫൈവ് ഇൻറ്റു ഡി സെറ്റ്, അതാണ് ഡി വി. ദെൻ സ്ഫെരിക്കൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആർ സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ഡി ഫൈവ്, ഇതാണ് നമ്മുടെ എലിമെൻ്ററി വോളിയം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ വോളിയം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വോളിയം ഇൻ്റഗ്രൽ, സർഫസ് ഇൻ്റഗ്രൽ ആൻഡ് ലൈൻ ഇൻ്റഗ്രലിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഡിഫറൻസിയേഷൻ ഓഫ് സ്കേലാർ ആൻഡ് വെക്റ്റേഴ്സ് ചെയ്യാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം, നെക്സ്റ്റ് ചാപ്റ്ററിൽ നോക്കാം.